നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു കറിയുടേതാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ജോവറിൻ്റെ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, വെള്ളയപ്പം. അപ്പോൾ അതിനൊരു കോമ്പിനേഷൻ വേണ്ടേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ കറി ചെറുപയർ കറിയാണ്. പക്ഷേ ചെറുപയർ എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുപയർ പരിപ്പുണ്ടല്ലോ, തൊലി കളയാത്ത ചെറുപയർ പരിപ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ. നമ്മളെപ്പോഴും രാവിലെ ഇങ്ങനെ ചെറുപയർ കടല അങ്ങനെയൊക്കെ വെക്കുന്നതല്ലേ. അപ്പം ചെറിയ വ്യത്യസ്തമായിട്ടൊക്കെ വെച്ച് കഴിയുമ്പം ഒരു രസമല്ലേ, ഇടയ്ക്ക് ഇങ്ങനെ മാറി ഒരു കറിയൊക്കെ കഴിക്കാൻ. അപ്പം ഇപ്പോൾ എല്ലാ ഗ്രോസറി സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ് ഈ ചെറുപയർ പരിപ്പ് പോലെ തന്നെ തൊലി കളയാത്ത ചെറുപയർ പരിപ്പ്. അപ്പം അത് വെച്ചുണ്ടാക്കുന്ന ഒരു കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പം നമുക്ക് വേഗം പോയിട്ട് എങ്ങനെയാണ് ഈ ഒരു ചെറുപയർ പരിപ്പ് വെച്ചിട്ടുള്ള കറി ഉണ്ടാക്കുന്നത് കണ്ടുവരാം. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്, തൊലി കളയാത്ത ചെറുപയർ, മൂങ് ചിൽക്ക എന്ന് പറയും കേട്ടോ. 1 കപ്പാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു വലിയ തക്കാളി, കുറച്ച് മല്ലിയില, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില വേണമെങ്കിൽ കറിവേപ്പില ഇടാം, 3 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 3/4 ടീസ്പൂൺ എരിവ് നോക്കിയിട്ട് ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ ഗരം മസാല 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം വേണം, ജീരകം 1/2 ടീസ്പൂണാണ് എടുത്തത്. പിന്നെ ഉപ്പ് വേണം, അതുപോലെ തന്നെ ഓയിൽ വേണം. പിന്നെ ഞാൻ അവസാനം കുറച്ച് ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട് കേട്ടോ. ഫ്രഷ് ക്രീം ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ അവസാനം ചേർക്കുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ ഈ ചെറുപയർ പരിപ്പൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പൊ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഒരു 4 വിസിലൊക്കെ നന്നായിട്ട് വേവണമല്ലോ, ഒരു 4 വിസിലൊക്കെ വേണ്ടി വരും. അപ്പൊ ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ചു. ഇതിലേക്ക് ഞാനിപ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഒന്നും ചേർത്ത് കൊടുക്കാതെ വെറുതെ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുകയാണ്. അപ്പോൾ പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സാധാരണ ഓയിലാണ്, നോർമൽ വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഉപയോഗിച്ചാൽ മതി. ഇതിലേക്ക് നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച സവാള ഇടാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കാം കേട്ടോ. ഒന്ന് വാടി തുടങ്ങുന്ന സമയത്ത് നമുക്ക് വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇതും കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത് രണ്ടുമാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ മസാലയുടെ ആ ഒരു മണമൊക്കെ ഒന്ന് പോയി വരണം, പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. തക്കാളി കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല ഒന്ന് വഴറ്റിയെടുക്കാം. സവാള കുറച്ചും കൂടെ ഒന്ന് വഴന്ന് വരണം, അതുപോലെ തന്നെ തക്കാളി നല്ലപോലെ ഉടഞ്ഞിട്ട് വരണം കേട്ടോ. അതുവരെ വഴറ്റി കൊടുക്കാം. ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം. ഇനി പൊടികൾ കരിയാതിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണമെങ്കിൽ ഇളക്കി കൊടുക്കാം. അപ്പം ഇത് നല്ലോണം വാടിയൊക്കെ വന്നിട്ടുണ്ട്, തക്കാളി അതുപോലെ തന്നെ സവാളയും. ഇനി ഇതിലേക്ക് ചെറുപയർ പരിപ്പ് അത് വെന്തിട്ടുണ്ട് കേട്ടോ, നല്ലപോലെ വെന്തിട്ടിട്ട്. അപ്പം ഇനി ഇതിലേക്ക് അതും കൂടെ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചെറുപയറുണ്ടല്ലോ, നല്ലോണം കുറച്ചും കൂടെ വെള്ളം വെച്ചിട്ട് ഒന്നുകൂടെ വേവിക്കുകയാണെങ്കിൽ ചെറിയൊരു കൊഴുപ്പ് പോലെ ഉണ്ടാവും. അതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വരില്ല കേട്ടോ. അതുകൊണ്ട് വേവിക്കുമ്പം ഞങ്ങൾ വെന്തോട്ടേന്ന് ചോദിച്ചാൽ ഒരുപാട് അങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇതില്ല, ഇങ്ങനെ നമുക്ക് തോരനൊക്കെ ഉണ്ടാക്കുന്ന അതുപോലെ നമുക്ക് കഴിക്കാം. അതുപോലെ വൈകുന്നേരം ഒരു സ്നാക്സ് ഒക്കെ ഉണ്ടാക്കൂലേ, സ്നാക്സിന് പകരമായിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് ഇനി കുറച്ച് വെള്ളം, ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ്.
അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിനി ഒന്ന് തിളച്ച് വന്നിട്ട് ഒന്ന് പാകത്തിന് കട്ടിയായിട്ട് വരണം. അപ്പം അതുവരെ നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഇത് ഏതാണ്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇതാ ഇപ്പോൾ നമുക്ക് ഇത്ര ഒരു തിക്നെസ് മതി ഗ്രേവിക്ക്. കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ആക്കാം കേട്ടോ. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് ഗരം മസാല ചേർക്കാൻ പോവാണ്. അതുപോലെ തന്നെ മല്ലിയില. അപ്പോൾ ഇപ്പം തന്നെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ഇതിലേക്ക് ചേർക്കാണ്. അപ്പം ഇതിപ്പോൾ നല്ല ചൂടായിട്ടുണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് ഓഫ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. മിക്സ് ചെയ്യാം. അമൂലിൻ്റെ ഫ്രഷ് ക്രീം ആട്ടോ, നല്ല ഫ്രഷ് ക്രീമാണ്, നല്ല തിക്കായിട്ട് ഉള്ളതാണ്. അപ്പം നമ്മുടെ ചെറുപയർ പരിപ്പ് കൊണ്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഇങ്ങനെയുള്ള പരിപ്പുകളൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം എന്തെങ്കിലും വാങ്ങാൻ പോകുമ്പോഴൊക്കെ കണ്ടാൽ തന്നെ ഇത് നമ്മൾ ഉണ്ടാക്കുന്നതല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വാങ്ങാതിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത് ഉഴുന്ന് പരിപ്പ്, തൊലി കളയാത്ത ഇതൊക്കെ. അപ്പം ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഡിഫറെൻ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ അതിന് ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഇതുപോലെ അത്രയും സിമ്പിളാണ്. നമ്മൾ ചെറുപയറൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പോലെ തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ പരിപ്പൊക്കെ കറി ഉണ്ടാക്കുന്ന പോലെ ചോറിൻ്റെ കൂടെ ആയാലും അതുപോലെ ചപ്പാത്തിക്കൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളൊന്ന് വാങ്ങിച്ചു നോക്കുക. എപ്പോഴെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളെ കറി ഉണ്ടല്ലോ, അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഭയങ്കര സിമ്പിളാണല്ലോ, നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പം എന്തായാലും നമ്മളെ സ്ഥിരം കറികളിൽ നിന്നൊരു വ്യത്യസ്തമായ ടേസ്റ്റ് ആണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.